മുഖ്യമന്ത്രിക്ക് വീഴ്ചയുണ്ടായാൽ വിമർശിക്കാനും ചർച്ച ചെയ്യാനും നേതാക്കൾക്ക് ഭയമില്ലെന്ന് LDF കൺവീനർ പി ജയരാജൻ. ആർക്കും ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. EMSനെ പോലും വിമർശിച്ച പാരമ്പര്യമുള്ള പാർട്ടിയാണ് CPM എന്നും പി ജയരാജൻ പറഞ്ഞു. അതേസമയം തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി പരിശോധിക്കാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് ആരംഭിച്ചു. CPMന് എന്ത് കാര്യത്തിന് ഭയപ്പെടേണ്ട കാര്യം? ആർക്കാരെ ഭയപ്പെടണം? EMSനെ വിമർശിച്ചിട്ടില്ലേ? വിമർശിക്കേണ്ട കാര്യങ്ങളിലൊക്കെ ശക്തമായ വിമർശനങ്ങളും നടപടികളുമുണ്ട്. വിവരങ്ങളുമായി ആദിൽ പാലോട് അതിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുകയാണ്. ഇന്ന് പ്രാഥമികമായിട്ടുള്ള കൂടിയാലോചനകൾ, അതിനുശേഷം അടുത്ത ആഴ്ച 2 ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റ്, 3 ദിവസത്തെ സംസ്ഥാന സമ്മേളനം, അങ്ങനെ 5 ദിവസം നീളുന്ന വിലയിരുത്തൽ ഉണ്ട് താനും. ഇന്ന് പ്രാഥമികമായി എന്തൊക്കെയാണ് ചർച്ച ചെയ്യുക? തെരഞ്ഞെടുപ്പിലെ പ്രകടനം വിലയിരുത്താൻ CPM ഈ മാസം 16 മുതൽ 5 ദിവസത്തെ നേതൃയോഗം വിളിച്ചിട്ടുണ്ട്. ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും അപ്രതീക്ഷിതമാണ് ഈ തിരിച്ചടി എന്നുള്ളത് വ്യക്തമാണ്. അത് CPM നേതാക്കളും അംഗീകരിക്കുന്നു. പ്രധാനമായും CPM വോട്ടുകൾ BJPക്ക് പോയത് എങ്ങനെ എന്നതായിരിക്കും ചർച്ച. ഒപ്പം ഏതൊക്കെ തരത്തിലാണ് ഈ പ്രചരണങ്ങൾ ബാധിച്ചത്, എവിടെയൊക്കെയാണ് വീഴ്ചയുണ്ടായതെന്ന് സംബന്ധിച്ചുള്ള പ്രാഥമിക വിലയിരുത്തൽ ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇതിനൊപ്പം രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച തർക്കം സംബന്ധിച്ച പ്രാഥമിക ധാരണകളും ഇന്നത്തെ യോഗത്തിലുണ്ടാകും. ആരായിരിക്കും ഈ ജൂൺ 13 വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയമുള്ളത്. LDFിലെ 2 സീറ്റുകളിൽ 1 CPM ഏറ്റെടുക്കുമെന്ന് ഉറപ്പാണ്. ഇതിലേക്കുള്ള സ്ഥാനാർത്ഥി ആരാണ്, ഒപ്പം 2ാമത്തെ സീറ്റ് ആർക്കു നൽകും എന്ന തരത്തിലുള്ള ധാരണകൾ, ഒപ്പം LDF യോഗം ചേർന്ന് വേണം അതിലൊരു അന്തിമ തീരുമാനമെടുക്കാൻ. LDF യോഗം ചേരേണ്ട തീയതിയും ഇന്ന് തീരുമാനിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ വരാനുണ്ട്. K രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം ഒഴിയുന്നുണ്ട്, MLA സ്ഥാനം തന്നെ ഒഴിയുന്നുണ്ട്. അപ്പോൾ പകരം ആരെയാണ് മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടത്? തൽക്കാലം ഈ നിയമസഭാ സമ്മേളനം 10-ാം തീയതി തുടങ്ങാനിരിക്കെ പാർലമെൻ്ററി കാര്യ വകുപ്പ് അടക്കം ഉള്ള കൈവശമുള്ള മന്ത്രിയാണ് K രാധാകൃഷ്ണൻ. അങ്ങനെയെങ്കിൽ ആർക്കെങ്കിലും പകരം ചുമതല കൈമാറേണ്ടതുണ്ടോ, പുതിയൊരാളെ തന്നെ അതിവേഗം നിയമിക്കേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയാകും. ഇതിനെല്ലാം പുറമെ പ്രധാനമായും തെരഞ്ഞെടുപ്പിലെ വീഴ്ച അതെങ്ങനെയാണ് അപ്രതീക്ഷിതമായി സംഭവിച്ചത് എന്നതിനെപ്പറ്റിയുള്ള ചർച്ചകളായിരിക്കും ഉണ്ടാവുക. നികേഷ്.